എൻ്റെ പേര് ഷിൻറ്റു. ഞാൻ ടിജൂസ് അക്കാഡമിയുടെ റീസെൻറ്റ് OET വിന്നറാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ടിജൂസ് അക്കാഡമിയുടെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് OET ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് എല്ലാ മൊഡ്യൂൾസിനും B ഗ്രേഡ് ഉണ്ട്. ഞാൻ OETനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത് ടിജൂസ് അക്കാഡമിയാണ്. അത് തന്നെയായിരിക്കും എല്ലാ സ്റ്റുഡൻസിൻ്റെയും പ്രോബ്ലം. എങ്ങനെയാണ് OETനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂൾസിനും നമ്മൾ ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ബട്ട് അതിനുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും ടിജൂസ് അക്കാഡമി. ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഓൺലൈനായിട്ടാണ് എടുത്തിരുന്നത്. 1 month പാക്കേജ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. അതിൽ ടിജു സാറിൻ്റെ ഗ്രാമർ എടുത്തു പറയേണ്ട ഒന്നാണ്. സാറ് നമുക്ക് ഗ്രാമർ പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. എപ്പോഴും നമ്മുടെ ഗ്രാമർ എന്ന് പറയുന്നത് എപ്പോഴും വിചാരിക്കുമ്പോൾ ഒരു ബോറിംഗ് കൺസെപ്റ്റാണ്. പക്ഷെ സാറിൻ്റെ ഗ്രാമർ കേട്ടിരുന്നാൽ എത്ര അവേഴ്സ് വേണമെങ്കിലും നമുക്കത് കേൾക്കാം. ഉറപ്പായിട്ടും അതൊരു OETനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പോട്ടുള്ള കരിയറിനെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഗ്രാമറിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ OETൻ്റെ ഓരോ മൊഡ്യൂൾസ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റിങ്ങിലാണെങ്കിൽ നമ്മുടെ ദിത്തി മാമിൻ്റെ റൈറ്റിങ്ങിനെ കുറിച്ചുള്ള ടിപ്സ്, അതിൻ്റെ ഓർഗനൈസേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് മാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്ത് എന്തെല്ലാം കറക്ഷൻസ് ഉണ്ട്, ഓരോ സ്റ്റുഡൻസിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. അതൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വരാവുന്ന മിസ്റ്റേക്സുകളാണ് മാം നമുക്കതിനകത്തോട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ മാമിൻ്റെ OET ഗ്രാമറും OET റൈറ്റിങ്ങിനെ കുറിച്ചുള്ള ടിപ്സ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക് പേഴ്സണലായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് OET റൈറ്റിങ്ങിൽ ഏതൊരു കേസ് നോട്ട് കിട്ടിയാലും വിഷമം കൂടാതെ കോൺഫിഡൻസ് ആയിട്ട് എനിക്കത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാമിനോട് ഞാൻ ഒത്തിരി താങ്ക്ഫുള്ളാണ്. അതുപോലെ കൂടാതെ OETയിലെ റീഡിങ് ആൻഡ് ലിസണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ അൺലിമിറ്റഡ് പാക്കേജസ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി റെക്കോർഡഡ് വീഡിയോസ്, ഇതിനെക്കുറിച്ച് ഓരോ മെറ്റീരിയലിനെ കുറിച്ചും റെക്കോർഡഡ് വീഡിയോസ് ഓൾറെഡി ഓൺലൈൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഓരോ റീഡിങ് ആൻഡ് ലിസണിങ് നമുക്കറിയാം പല പാർട്ടായിട്ടാണ് പോകുന്നത്, ABC. അത് ഓരോ പാറ്റേൺ, ഓരോ രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം അത് എങ്ങനെ ആണ് ഓരോന്നിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ടൈം മാനേജ് ചെയ്യുക, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റിനും നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, എല്ലാം നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു 30 above സ്കോർ അതിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു 30 above നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് റിയൽ എക്സാമിന് B ഗ്രേഡ് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്, എൻ്റെ ഇൻഡിവിജ്വൽ ക്ലാസ്സസിലായിരുന്നു. നമുക്ക് റൈറ്റിങ്ങും സ്പീക്കിങ്ങും നമുക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടറെ അവർ അസൈൻ ചെയ്ത് തരും. അത് നമ്മുടെ ടൈമിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും നമുക്ക് കിട്ടുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ലക്കിയാണ്. എൻ്റെ പേഴ്സണൽ ട്യൂട്ടർ ഒത്തിരി ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് അവരുടെ ടൈം ലിമിറ്റിന് അപ്പുറത്ത് നിന്ന് തന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ്, ഒന്നിൽ കൂടുതൽ സ്പീക്കിംഗ് ഒക്കെ അവർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.